സച്ചിയാണെങ്കിൽ ആകെപ്പാടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. സത്യമൊന്നും തുറന്നു പറയാൻ സച്ചി തയ്യാറാവുന്നില്ല. രേവതിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് കേട്ടോ സച്ചി അങ്ങനെ പറയാതിരിക്കുന്നത്. അതേസമയം സച്ചിയാണെങ്കിൽ കൂട്ടുകാരുടെ കടമൊക്കെ വീട്ടാൻ വേണ്ടി കാറ് വിൽക്കുന്ന വിവരം വീട്ടിലറിയാണ്. ശ്രുതി വന്നിട്ടാണ് അത് വീട്ടിൽ പറയുന്നത്. അതിനുശേഷം രേവതി അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പോകുന്നതും ആന്റണിയെ പോയി കാണുന്നതും ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചി ആകപ്പാടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. രേവതി ആണെങ്കിലും സച്ചിയോടൊന്നും സംസാരിക്കുന്നില്ല, ഇതിനെക്കുറിച്ചിട്ടൊന്നും ചോദിക്കുന്നുമില്ല, സച്ചിയോട് പറയാൻ കൂട്ടാക്കുന്നുമില്ല കേട്ടോ. അതേസമയം ആൻ്റണി ആണെങ്കിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. സച്ചിയോട് ആൻ്റണി പറയുന്നുണ്ട്, എടാ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ കൂട്ടുകാർ വാങ്ങിയ പണം ഉണ്ടല്ലോ, എന്നോട് പലിശയ്ക്ക് വാങ്ങിയ പണം, ആ പണം അവർ തിരിച്ചു തന്നില്ലേ അടുത്ത ദിവസം ഞാൻ എല്ലാവൻ്റെയും വണ്ടി വന്നങ്ങ് എടുക്കും. അപ്പോഴേക്കും സച്ചി പറയാണ്, ഓഹോ നീ അത് തീരുമാനിച്ച കാര്യമാണോ ആൻ്റണി? അതെ, ഞാനത് തീരുമാനിച്ച കാര്യമാണ്, അതിനൊരു മാറ്റവും ഇല്ല. അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, അവരുടെ എല്ലാം കടം നീ വീട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കാല് പിടിക്കണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ എൻ്റെ കാല് പിടിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ട, അവന്മാരുടെ പണമേ വേണ്ട എന്ന് പറയാണ്. അപ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. സച്ചി ഭയങ്കര വിഷമത്തിലാണ്, ശരത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടും അതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളും രേവതിയുമായിട്ടുള്ള പിണക്കവും എല്ലാം ആലോചിച്ചിട്ട്. അങ്ങനെ രേവതി വീട്ടിലിങ്ങനെ കിടക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ സച്ചിക്കൊരു ആഗ്രഹമുണ്ട് രേവതിയോട് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന്. അങ്ങനെ രേവതിയുടെ അടുത്ത് വന്നിട്ട് രേവതിയോട് ഇത് പറയാനൊക്കെ പോകുന്നുണ്ട്. പെട്ടെന്ന് സച്ചി അത് പറയാൻ പോകുമ്പോഴേക്കും തന്നെ രേവതി ഉണരുകയാണ്. പെട്ടെന്ന് സച്ചി ഒന്നും അറിയാത്ത പോലെ ഫോൺ എടുത്തിട്ട് അവിടുന്ന് പോകുന്നൊക്കെയുണ്ട്. അപ്പോൾ രേവതി എണീറ്റിരുന്നിട്ട് ആലോചിക്കുന്നുണ്ട്, അങ്ങനെ വെറുതെ സച്ചിയേട്ടനൊന്നും ചെയ്യില്ല. ശരത്തിനെ തല്ലിയെങ്കിൽ ഇനി അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സച്ചിയേട്ടൻ അത് പറയാമല്ലോ, പക്ഷേ അതൊന്നും പറയാനും കൂട്ടാക്കുന്നില്ല. ഞാനിനി എന്താ ചെയ്യുക, ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ എങ്ങനെയാ അറിയുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് രേവതി. അതേസമയം സച്ചിയാണെങ്കിലും സേവതിയോട് ഇതൊന്നും പറയാൻ പറ്റാത്ത ഒരു വിഷമത്തിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻ്റണിയും ഗുണ്ടകളും കൂടി ചെല്ലുകയാണ് ടാക്സി സ്റ്റാൻഡിലേക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. മഹേഷും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. അവരോട് പറയാണ്, നിങ്ങൾ പണം തരാമെന്ന് പറഞ്ഞ ഡേറ്റായി, എൻ്റെ കയ്യിൽ നിന്ന് പണം എണ്ണി വാങ്ങിയപ്പം നിങ്ങളിതൊന്നും അറിഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ട് എൻ്റെ പണം ഇപ്പോൾ എടുക്കാൻ പറയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അത് ആൻ്റണി നീ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടുന്ന് പണം എടുത്തു തരാനാ, എല്ലാവരും അന്നന്ന് പോയി കിട്ടുന്ന ഓട്ടം കൊണ്ടാണ് വീട് കഴിയുന്നത്. അങ്ങനെയുള്ളവരുടെ കയ്യിലൊന്നും ഒരുപാട് പണം കാണില്ലെന്ന് ആൻ്റണിക്ക് അറിയാമല്ലോ. ഞങ്ങൾ കുറേ പണം തന്നതല്ലേ, ബാക്കി അടുത്ത ദിവസങ്ങളിലായിട്ട് തരാം ആൻ്റണി, കുറച്ചുകൂടി സാവകാശം തരണം എന്ന് പറയാണ്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഹോഹോ നിനക്കൊക്കെ ഇനി സാവകാശം തരാനോ, ഒരുത്തനും ഞാൻ സാവകാശം തരില്ല. നിൻ്റെയൊക്കെ നേതാവുണ്ടല്ലോ ആ സച്ചി, അവനോട് പറ, അവൻ്റെ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് വിളഞ്ഞതല്ലേ, അവനല്ലേ നിൻ്റെയൊക്കെ നേതാവ്, നിൻ്റെയൊക്കെ കടം വീട്ടിൽ തരാൻ അവനോട് പറ, അവൻ വീട്ടട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചെയ്യാതിരിക്കാം എന്ന് പറയാണ്. അപ്പോൾ മഹേഷ് പറയാണ്, അല്ല ആൻ്റണി ഞങ്ങൾ തന്നെ അത് അടുത്ത ദിവസം തരാം, കുറച്ച് സാവകാശം കൂടി ഞങ്ങൾക്ക് തന്നാൽ മതി, ഇവിടെ എല്ലാവരും പാവങ്ങളാണെന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ ആൻ്റണി പറയാം, പണം അങ്ങോട്ട് വാങ്ങി വെച്ചപ്പം പാവങ്ങളാണെന്നൊന്നും അറിയില്ലായിരുന്നല്ലേ, ഇപ്പോഴാണ് എല്ലാവർക്കും പാവങ്ങളാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പണം തരണ്ട, നിങ്ങളുടെ നേതാവ് സച്ചിയോട് പറ എന്നെ വന്ന് കാണാൻ, എന്നെ വന്ന് കണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ മാപ്പ് പറയണം, എൻ്റെ ഈ കാലിൽ വീണ് മാപ്പ് പറയണം. അങ്ങനെയാണെങ്കിൽ എനിക്കാരും പണം തരണ്ട, നിങ്ങളുടെ ആരുടെയും വണ്ടി ഞാൻ എടുക്കാനും പോകുന്നില്ല, സുഖമായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് ജീവിക്കാം, സച്ചിയോട് പറ. അപ്പോൾ മഹേഷിന് ദേഷ്യം വരികയാണ്. മഹേഷ് പറയാണ്, ആൻ്റണി വെറുതെ ഇതിലേക്ക് സച്ചിയെ വളച്ചിടരുത്, കാരണം ഞങ്ങളാണ് പണം വാങ്ങിയത്, ഞങ്ങൾ പണം തന്നോളാന്ന് പറഞ്ഞല്ലോ, ഇനി ഇതിൻ്റെ പേരിൽ നിന്നോട് സച്ചി വന്ന് മാപ്പ് പറയാൻ അതൊന്നും നടക്കില്ല. അപ്പോൾ ആൻ്റണി പറയാണ്, നടക്കില്ലെങ്കിൽ വേണ്ട, നാളെ ഈ സമയമാകുമ്പോൾ ഞാനിവിടെ എത്തും, എല്ലാവൻ്റെയും വണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോഴേക്കും എല്ലാവർക്കും അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. ദേ കേട്ടല്ലോ, ഒറ്റ പ്രാവശ്യം കൂടി ഞാൻ പറയാം, എല്ലാവരും നാളെ ഈ സമയമാകുമ്പോൾ പണവുമായിട്ട് റെഡിയായിട്ട് നിന്നില്ലെങ്കിൽ എല്ലാവരുടെയും വണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുകയാണ്. എന്നിട്ട് ആൻ്റണിയും ഗുണ്ടകളും കൂടി അങ്ങ് പോവുക. അപ്പം മഹേഷും മറ്റുള്ളവരും എല്ലാവരും കൂടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആകെപ്പാടെ വിഷമായല്ലോ, നാളെ ഒരു ദിവസം കൊണ്ട് നമ്മൾ എവിടെ നിന്ന് ഈ പണം ഒപ്പിക്കാനാ, ഇത്രയും പണം ഒന്നിച്ചെങ്ങനെ കിട്ടാനാ, അവനെങ്കിൽ വണ്ടി എല്ലാവരുടെയും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, നമ്മൾ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മുടെ ജീവിതമാർഗമല്ലേ ഈ വണ്ടി എന്നൊക്കെ അവർ പറയുകയാണ്.
അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, സച്ചി ഒന്ന് വരട്ടെ, സച്ചിയോട് നമുക്ക് സംസാരിക്കാം. സച്ചി മാപ്പ് പറയണമെന്നൊക്കെയാണ് ആൻ്റണി പറയുന്നത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതൊന്നും സച്ചിയോട് പറയുകയും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും സച്ചി അവിടെ എത്തുന്നുണ്ട്. സച്ചി എത്തുമ്പം എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. സച്ചിക്കാണെങ്കിൽ അതിലും അപ്പുറം വിഷമാണ്. അപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്, ഇന്ന് ആർക്കും ഓട്ടോ ഒന്നും ഇല്ലായിരുന്നോ? അപ്പോഴേക്കും മഹേഷ് പറയാണ്, ഇന്ന് ഓട്ടോ ഒക്കെ കുറവായിരുന്നു. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അതോർത്തിട്ടാണ് എല്ലാവർക്കും വിഷമം. എന്ത് സംഭവം ഉണ്ടായത്? ആൻ്റണി അവനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനോട് ഞങ്ങളെല്ലാം കുറച്ച് പണം വാങ്ങിയിരുന്നല്ലോ, അതെല്ലാം തിരിച്ചു കൊടുക്കണം എന്ന് പറയാനായിട്ട്. നാളെ തന്നെ അത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നാളെ ഈ സമയമാകുമ്പോൾ ആ പണം കൊടുത്തില്ലെങ്കിൽ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും വണ്ടി എടുത്തുകൊണ്ട് പോയാൽ പിന്നെ എല്ലാവരും എങ്ങനെ ജീവിക്കും? അതറിയില്ലേ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് സച്ചിക്കും അറിയാമല്ലോ. അപ്പോൾ സച്ചി പറയാണ്, അങ്ങനെ പറഞ്ഞു ആൻ്റണി, അങ്ങനെ പറഞ്ഞു സച്ചി. ഇനിയിപ്പം വണ്ടി എടുത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ സച്ചി മാപ്പ് പറയണമെന്ന് അവൻ പറയുന്നത്. ഇവിടെ വന്ന് എല്ലാവരെയും വെല്ലുവിളിച്ചിട്ടാണ് ആ ദുഷ്ടം പോയത്. ഇനി നാളെ എന്താവും എന്ന് ഓർത്തിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാണ്, മഹേഷേ നിങ്ങളാരും വിഷമിക്കാതെ നമുക്കിതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാവന്നേ. അങ്ങനെ അവൻ്റെ മുമ്പിൽ കാലു പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ സച്ചി പോയിട്ട് ആലോചിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാ ആൻ്റണിയുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കുക? പാവങ്ങളാണ് അവർ. ഞാൻ കാരണം അവരുടെ എല്ലാം വണ്ടി അവൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അവരെയൊക്കെ കടം വീട്ടണം. അതിനെന്താ ഒരു മാർഗം? ഈ കാറങ്ങ് വിൽക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ സച്ചി ഉടനെ തന്നെ കാറ് വിൽക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. കാറ് വിറ്റ് സച്ചി പണം വാങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചി ഒരു ഓട്ടോറിക്ഷയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഈ പണമായിട്ട് സച്ചി എങ്ങനെയെങ്കിലും ആൻ്റണിക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ആൻ്റണി വീണ്ടും ടാക്സി സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. ഗുണ്ടകളുമായിട്ട് എത്തിയിട്ട് ആൻ്റണി പറയാണ്, എല്ലാവരും വന്നല്ലോ, പണം എവിടെ? പണം താ, ഓരോരുത്തരും വാങ്ങിയ പണം കണക്കനുസരിച്ച് കൊടുത്താ എന്ന് പറയാം. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ആൻ്റണി പണമൊന്നും ആയിട്ടില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടി സാവകാശം തരണമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇങ്ങനെ പെട്ടെന്ന് വന്ന് പണം ചോദിച്ചാൽ ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് തരാനാ? ഓഹോ, അപ്പം ഒരുത്തനും പണവുമായിട്ടല്ല വന്ന് നിൽക്കുന്നതല്ലേ, പിന്നെ എന്ത് കാണാനാ ഈ വന്ന് നിൽക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പണം കിട്ടണമെന്ന്. പോട്ടെ, പണം ഇല്ലെങ്കിൽ വേണ്ട, വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സച്ചിയെ വിളിക്ക്, നിങ്ങളുടെ നേതാവ് സച്ചിയെ, അവൻ വരട്ടെ, അവൻ എൻ്റെ ഈ കാലിലൊന്ന് വീണ് പറഞ്ഞാൽ മാത്രം മതി, എല്ലാ കടങ്ങളും ഞാനങ്ങ് എഴുതി തള്ളിയേക്കാം എന്ന് പറയുമ്പം മഹേഷ് പറയാണ്, അതൊന്നും നടക്കില്ല, സച്ചി വരില്ല, സച്ചി ആരുടെയും കാലിൽ വീഴാനും പോകുന്നില്ല. ഇനി ഞങ്ങളുടെ വണ്ടിയെല്ലാം എടുത്തുകൊണ്ട് പോയാലും ശരി, സച്ചി നിങ്ങളുടെ മുമ്പിൽ വന്ന് കാലി വീഴില്ല ആൻ്റണി എന്ന് പറയണം. വീഴില്ലെങ്കിൽ വേണ്ട, എല്ലാവരുടെയും വണ്ടി എടുക്കാം, എടാ എല്ലാവരുടെയും വണ്ടി എടുക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആൻ്റണി. ആ സമയത്ത് നമ്മുടെ സച്ചി അങ്ങോട്ട് വരികയാണ്. സച്ചി ഇങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ ആൻ്റണി ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, സച്ചി വന്നല്ലോ, ഇത്രയും നേരവും കാത്തു നിന്നത് നിന്നെയാ. ഇനിയിപ്പോൾ സച്ചി വന്ന സ്ഥിതിക്ക് വണ്ടി എടുക്കണ്ട സച്ചി, അപ്പം ഇവരുടെ ഒന്നും വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കാലിലങ്ങ് വീഴ് എന്ന് പറയാണ്. എൻ്റെ ഈ കാല് വീണ് നീ മാപ്പ് പറ എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ളൊരു ഗുണ്ടയോട് ആൻ്റണി പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയെങ്കിലും ആ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചേക്കണം, എല്ലായിടത്തും അതൊന്ന് വൈറലാക്കണം എന്നിങ്ങനെ പറയാം. അപ്പോൾ സച്ചി ഇങ്ങനെ കൈ പുറകെ പണം പിടിച്ചിരിക്കുക, എന്നിട്ട് ഇങ്ങനെ കാലിൽ വീഴാനായിട്ട് വരികയാണ്. വീഴാൻ വരുന്ന പോലെ വരുമ്പം ആൻ്റണി ഇങ്ങനെ കാത്തിരിക്കുക വീഡിയോ എടുക്കാൻ. അപ്പോഴേക്ക് കാല് പൊക്കി ആൻ്റണിയുടെ നെഞ്ചിന് നേരെ ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, എടാ നിൻ്റെ കാലിലല്ല വീഴുന്നത്, എൻ്റെ കാല് നിൻ്റെ നെഞ്ചത്താണ് വീഴാൻ പോകുന്നത് എന്ന് പറയുമ്പം ആൻ്റണിക്ക് ദേഷ്യം വരികയാണ്. പെട്ടെന്ന് ഗുണ്ടകളെല്ലാം കൂടി സച്ചിയെ പിടിക്കാൻ ചെല്ലുക. അപ്പോൾ ആൻ്റണി പറയാം, വേണ്ട അവനെ വിട്ടേക്ക് എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചി പണം എടുക്കുകയാണ്. എന്നിട്ട് മഹേഷിനെ വിളിക്കുക. എന്നിട്ട് പറയാം, മഹേഷേ നിങ്ങളെല്ലാവരും എത്ര രൂപ ഈ തെണ്ടിക്ക് കൊടുക്കാനുണ്ട്? അങ്ങനെ പറയുമ്പം ഓരോരുത്തരുടെ എമൗണ്ട് പറയുകയാണ്. അതനുസരിച്ച് ഓരോരുത്തരും കൊടുക്കാനുള്ള പണം സച്ചി എടുത്ത് കൊടുക്കുകയാണ്. എല്ലാവരും അത് ആൻ്റണിക്ക് കൊടുക്കാം. അപ്പം സച്ചി പറയുന്നുണ്ട്, ഈ പണം കൊടുക്കുന്ന വിവരമെല്ലാം വീഡിയോ എടുത്തോണം കേട്ടോ, ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറ്റി പറയാൻ സാധ്യതയുണ്ട്, നമ്മളാരും പണം തന്നില്ലെന്ന് ഈ തെണ്ടി പറയും, അതുകൊണ്ട് ഈ പണം മര്യാദയ്ക്ക് കൊടുക്കുന്ന വീഡിയോ എടുത്ത് വെച്ചോ. അങ്ങനെ ഓരോരുത്തരുടെയും പണം ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ സച്ചി. അതനുസരിച്ച് എല്ലാവരും ആൻ്റണിയുടെ പണവും കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ ആൻ്റണി നീ എന്താ വിചാരിച്ച എന്നെക്കുറിച്ച്? നിൻ്റെ കാലിൽ വന്ന് വീഴുവെന്നല്ലേ? ഈ പാവങ്ങളെ നീ വില പേശുമായിരുന്നല്ലേ? ഇപ്പോൾ എല്ലാവരുടെയും കട തീർന്നില്ലേ? ഇനിയിപ്പോൾ നിനക്ക് പോകാമല്ലോ. ഇനി ആരുടെയെങ്കിലും വണ്ടി എടുക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോടാ എന്ന് ചോദിക്കുക. പിന്നെ ആൻ്റണി ഒന്നും മിണ്ടുന്നില്ല. ആൻ്റണിയും ഗുണ്ടകളും അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യാണ് കേട്ടോ.
അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, എന്തിനാ സച്ചി ഇപ്പം ഈ പണം എവിടുന്നാ, എന്തിനാ നീ ഈ പണം കൊണ്ടുവന്ന് കൊടുത്തത്, ഞങ്ങളെല്ലാം കൊടുക്കാനുള്ള പണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാ, അതൊന്നും സാരില്ല, നമ്മളെല്ലാം ഒന്നല്ലേടാ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം ഞാൻ നിങ്ങളെ സഹായിക്കണ്ടേ, ഞാൻ കാരണമല്ലേ ഇപ്പോൾ അവൻ നിങ്ങളോട് ഈ പണം ചോദിച്ചത് എന്നൊക്കെ പറയാം. അങ്ങനെ പണം എല്ലാവരുടെയും കൊടുത്തിട്ട് സച്ചി പോകുമ്പോൾ ആൻ്റണി പറയാണ്, നീ കാറ് വിറ്റോ, നീ ഇപ്പം ഓട്ടോറിക്ഷ വാങ്ങിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാ, അതിനെന്താ, കാറായാലെന്താ ഓട്ടോറിക്ഷ ആയാലെന്താ, നമുക്ക് ഓട്ടം പോയാൽ പോരെ എന്ന് ചോദിക്കുക. അപ്പോൾ പറയേ, എന്നാലും നീ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ച കാറല്ലേ, നിൻ്റെ അച്ഛൻ ലോൺ എടുത്ത് വാങ്ങി തന്ന കാറല്ലേ, എന്തിനാ നീ അത് വിറ്റത് ഞങ്ങൾക്ക് വേണ്ടി. അപ്പം സച്ചി പറയാണ്, ഓട്ടോ ഒക്കെ കഴിയട്ടെ, ഇനിയിപ്പം പണം ഉണ്ടാവുമ്പോൾ നമുക്ക് വേറെ കാർ എടുക്കാമല്ലോ, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നേ എന്നിങ്ങനെ സച്ചിയും പറയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം സച്ചി ഓട്ടോ ഓടിക്കുന്നത് നമ്മുടെ രേവതി കാണുകയാണ്. രേവതി നോക്കുമ്പം സച്ചി ഓട്ടോയിൽ നടക്കുന്നു. അപ്പോൾ രേവതിക്ക് മനസ്സിൽ തോന്നുക, സച്ചി ഇപ്പം എന്താ ഓട്ടോയിൽ, കാർ എവിടെ, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കാറ് കാണുന്നില്ല, ഇനി സച്ചി കാറെങ്ങാനും വിറ്റിട്ടുണ്ടാവുമോ എന്നൊക്കെ രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ രേവതി അത് ചോദിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. അതേസമയം നമ്മുടെ ശ്രുതി കാണുകയാണ് കേട്ടോ സച്ചി ഓട്ടോ ഓടിക്കുന്നത്. അങ്ങനെ ശ്രുതി അന്വേഷിക്കുമ്പം ആൻ്റണി തന്നെ ശ്രുതിയോട് പറയുന്നുണ്ട്, സച്ചി അവൻ്റെ കാറ് വിറ്റു, കൂട്ടുകാരുടെ കടം വീട്ടി, എന്നിട്ട് അവനിപ്പോൾ ഓട്ടോയാണ് ഓടിക്കുന്നതെന്നുള്ള കാര്യം. ഇത് കേൾക്കേണ്ട താമസം ശ്രുതിക്ക് സന്തോഷമാവാണ്. ശ്രുതി അത് വന്നിട്ട് വീട്ടിൽ എങ്ങനെയെങ്കിലും അവതരിപ്പിക്കാൻ നോക്കുക. വീട്ടിൽ വന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതേ അച്ഛനെന്ന് വീടിൻ്റെ ആധാരം പണയം വെച്ച് ലോൺ എടുത്താണല്ലോ സച്ചിക്ക് കാർ വാങ്ങി കൊടുത്തത്, എന്നിട്ട് ഇപ്പം ആ കാർ എവിടെയെന്നൊന്ന് ചോദിച്ചു നോക്ക്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, സച്ചി നിന്റെ കാർ എവിടെ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിപ്പം പറഞ്ഞില്ലേ, കാറ് ഞാൻ വിറ്റു. അതെന്തിനാ നീ കാറ് വിറ്റത്? അത് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് കൂട്ടുകാരെ ഒന്ന് സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കാറ് വിറ്റതാ. ഇതിപ്പോൾ ഇത്ര ചോദ്യം ചെയ്യാൻ എന്താ, ഞാൻ ഓട്ടോ ഓടിക്കുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം വരുമാനവും കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതി പറയാണ്, ഓഹോ അങ്ങനെ ഇപ്പം ഇഷ്ടത്തിനൊക്കെ കാറ് വിറ്റിട്ട് ഇവിടെ ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞോ സച്ചി? കാറ് വാങ്ങിക്കൊടുത്ത അച്ഛനല്ലേ, വീടിൻ്റെ ആധാരം വെച്ചിട്ടല്ലേ കാറ് വാങ്ങിക്കൊടുത്തത്, എന്നിട്ട് അത് വിറ്റിട്ട് അച്ഛനോടൊരു വാക്ക് പറഞ്ഞോ? എന്ത് വേണേലും ആകാമല്ലോ ഇവിടെ അല്ലേ, സച്ചിയാണല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അതുകൊണ്ട് കാറ് വിറ്റിട്ട് ആരോടും പറയാൻ പോലും പറ്റിയില്ല. ഈ വീട്ടിലുള്ള ആരെങ്കിലും ഇത് അറിഞ്ഞോ? അപ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്ര എടുത്ത് ചാടുകയാണ്. എന്നിട്ട് ചന്ദ്ര ചോദിക്കുകയാണ്, ആഹാ നീ കാറ് വിറ്റോ, നീ ആരോട് ചോദിച്ചിട്ടാടാ കാറ് വിറ്റത്, വീടിൻ്റെ ആധാരം പണയം വെച്ച് വാങ്ങിയ കാറല്ലേ, എന്നിട്ട് അത് വിറ്റിട്ട് വീട്ടിലുള്ള ആരോടെങ്കിലും നീ പറഞ്ഞോ? നീ എന്നോട് പറഞ്ഞോടാ, നിന്റെ അച്ഛനോട് പറഞ്ഞോടാ, എല്ലാം നിന്റെ തോന്നിവാസാണോ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എല്ലാവരും കൂടി ഇനി എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട, ഇനി എനിക്ക് പണം ഉണ്ടാകുമ്പോൾ ഞാൻ കാർ വാങ്ങും, ഇപ്പം എനിക്ക് അങ്ങ് പ്രത്യേക സാഹചര്യത്തിൽ അത് ചെയ്യേണ്ടി വന്നു, ഇനിയിപ്പോൾ ഇത്രയും അങ്ങ് ചാകാനൊന്നുമില്ല എന്ന് പറയാണ്. എന്നിട്ട് സച്ചി കയറി പോവാണ് കേട്ടോ. അതേസമയം രേവതി ഇതൊന്നും ചോദിക്കാൻ കൂട്ടാക്കുന്നില്ല സച്ചിയോട്. രേവതി വിചാരിക്കുകയാണ്, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം, സച്ചിയേട്ടൻ എന്തിനായിരിക്കും കാറ് വിറ്റത്, എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതെ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നേരിട്ട് ചോദിച്ചാൽ അത് പറയാൻ പോകുന്നില്ല, പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞേനെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ രേവതി പോവാണ്, ടാക്സി സ്റ്റാൻഡിലേക്ക് പോവാണ്. ടാക്സി സ്റ്റാൻഡിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് മഹേഷിനോട് കേട്ടോ. അപ്പോൾ മഹേഷ് വരുവാണ്. മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഇത് ചോദിക്കുമ്പോൾ പറയാണ്, അതേ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വന്നത്, നിങ്ങളെ ഞാൻ എൻ്റെ കുടുംബത്തിലെ അംഗത്തെ പോലെ ഒരു കൂടപ്പറപ്പിനെ പോലെയൊക്കെയല്ലേ കണ്ടത്, എന്നിട്ട് എന്നോട് നിങ്ങൾ പോലും ഇക്കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ഉടനെ മഹേഷ് ആലോചിക്കുക, എന്ത് കാര്യം ഞാൻ ഇനി പറയാനുള്ളത്, ശരത്തിൻ്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ രേവതി? അപ്പോഴേക്കും ഉടനെ രേവതി പറയാണ്, അല്ല നിങ്ങൾക്കൊന്ന് പറയായിരുന്നു സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്തപ്പം. അപ്പോൾ പിന്നെ ആലോചിക്കുകയാണ് കേട്ടോ മഹേഷ്, ശരത്തിൻ്റെ കാര്യമായിരിക്കുമോ അതോ കാറ് വിറ്റ കാര്യമായിരിക്കുമോ എന്ന് ആലോചിക്കുക. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നതല്ലേ, സച്ചിയേട്ടൻ്റെ കാറ് വിറ്റല്ലേ. അപ്പോൾ മഹേഷ് പറയും, മഹേഷിന് സമാധാനമാകാണ് കേട്ടോ, ശരത്തിൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ മഹേഷ് പറയാണ്, ഓ അതായിരുന്നോ രേവതി, ആ സച്ചി കാറ് വിറ്റു, അതിനൊക്കെ കാരണക്കാർ ഞങ്ങളൊക്കെ തന്നെയാണ്. രേവതി അവനോട് ദേഷ്യപ്പെടാനൊന്നും പോകണ്ട, ഇതുപോലെ ശരത്തുമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞ പിന്നെ ആൻ്റണിക്ക് സച്ചിയോട് ഭയങ്കര ശത്രുതയാണ്, ഞങ്ങളുടെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് സച്ചി ആ കാറ് വിറ്റത്, അത് കഴിഞ്ഞ് അവൻ ഓട്ടോറിക്ഷ വാങ്ങുകയും ചെയ്തു, ആരോടും ഇതൊന്നും പറയണ്ട, രേവതിയോടും പറയണ്ട എന്ന് സച്ചി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കാര്യമൊന്നും പറയാതിരുന്നത്. അപ്പോൾ രേവതി പറയാണ്, ആ സാരില്ല, ഞാൻ തെറ്റിദ്ധരിച്ചു, എന്തിനായിരിക്കും സച്ചിയേട്ടൻ കാറ് വിറ്റതെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യാനാണെങ്കിൽ അത് നന്നായി എന്ന് വിചാരിക്കുകയാണ്. രേവതിക്കാണെങ്കിൽ മനസ്സിൽ സച്ചിയെക്കുറിച്ച് ഓർത്തിട്ട് അഭിമാനം തോന്നുകയാണ് കേട്ടോ. ആ സച്ചിയേട്ടൻ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്, നന്മയുള്ള മനസ്സാണ് സച്ചിയേട്ടൻ്റെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് രേവതി. അപ്പോഴാണ് മഹേഷ് പറയുന്നത്, ആ ആൻ്റണി അവൻ സച്ചിയേട്ടനോട് വളരെ മോശമായിട്ട് പെരുമാറിയത്, അതുകൊണ്ടാണ് കാർ വിറ്റ് പണം കൊടുത്തത്.
പണം തന്നില്ലെങ്കിൽ സച്ചി ചെന്ന് കാല് വീഴണമെന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ കാലിൽ വീണ് സച്ചി മാപ്പ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പണം വേണ്ട എന്നൊക്കെ പറഞ്ഞു. അത് ആ വാശിക്കാണ് സച്ചി കാറ് വിറ്റത്. രേവതിക്ക് അവനോട് വിഷമമൊന്നും തോന്നരുതെന്ന് പറയാം. അപ്പം രേവതി പറയുന്നുണ്ട്, ആ ആൻ്റണി അവൻ അങ്ങനെ പറഞ്ഞോ സച്ചിയേട്ടനോട്? അതെ, ഒരുപാട് മോശമായിട്ട് പെരുമാറി. ശരത്തുമായിട്ടുള്ള ആ പ്രശ്നത്തിന് ശേഷം സച്ചിയോട് വളരെ മോശമായിട്ട് ആൻ്റണി പെരുമാറിയത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ രേവതി ഇങ്ങനെ മനസ്സിലോർക്കാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ ആൻ്റണി ഒന്ന് പോയി കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. അവനെ ചെന്ന് കണ്ട് 2 വർത്തമാനം പറയണം. അവൻ ആരാണെന്നുള്ള കാര്യം എനിക്കറിയാം. അവൻ എൻ്റെ സച്ചിയേട്ടനെ ഇങ്ങനൊന്നും പറയാൻ മാത്രം ആയിട്ടില്ല. അവനോട് ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. സച്ചിയേട്ടൻ അവൻ്റെ കാലി വീണ് മാപ്പ് പറയണമെന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ ആൻ്റണിയുടെ ചിട്ടി കമ്പനിയിലേക്ക്. അപ്പോൾ ആൻ്റണി അവിടെയുണ്ട്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആൻ്റണി, എന്താ നീ സച്ചിയേട്ടനോട് പറഞ്ഞത്? അല്ല രേവതി ഇരിക്ക്, രേവതിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്ക് കുടിക്കാനൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് നിങ്ങൾ ആരാണെന്ന് ശരിക്കറിയാം ആൻ്റണി. പിന്നെ നിങ്ങൾ എൻ്റെ സച്ചിയേട്ടനോട് വളരെ മോശമായിട്ട് പെരുമാറിയെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ അത് അറിഞ്ഞപ്പോൾ ഇവിടം വരെ വന്ന് ഒന്ന് ചോദിക്കണമെന്ന് തോന്നി. സച്ചിയേട്ടനോട് നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് പറയാൻ മാത്രം നിങ്ങൾ ആരാ? വെറും കുപ്പത്തൊട്ടി കിടന്നവനല്ലേ നിങ്ങൾ? യാതൊരു നിവൃത്തിയുമില്ലാതെ നടന്നവനല്ലേ നിങ്ങൾ? എന്നിട്ട് കുറേ കള്ളപ്പണവും വട്ടിപ്പലിശയും ഒക്കെ വാങ്ങി ഇങ്ങനെ പണക്കാരനായപ്പം എൻ്റെ സച്ചിയേട്ടനെ ചോദ്യം ചെയ്യുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആൻ്റണി പറയാണ്, അല്ല രേവതി ഇരുന്ന് സംസാരിക്കും. എനിക്ക് നിങ്ങളുടെ ഒന്നും മുമ്പിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ സച്ചിയേട്ടനെ അങ്ങനെയൊന്നും പറയാൻ മാത്രം നിങ്ങളായിട്ടില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അതുപോലെ നന്നായിട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും ഒന്നും അല്ല ജീവിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾ ഇനി ഒരു വാക്ക് പോലും എൻ്റെ സച്ചിയേട്ടനോട് പറഞ്ഞാൽ എൻ്റെ കാലിലെ ചെരുപ്പൂരി നിങ്ങളുടെ കരണത്തടിക്കും ഞാൻ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ഗുണ്ടകൾ വന്നിട്ട് പറയാണ്, നിങ്ങളാരാ ഇങ്ങോട്ട് ഇറങ്ങ് എന്ന് പറഞ്ഞ് രേവതിയെ പിടിച്ചു മാറ്റാൻ വരുമ്പം ഉടനെ തന്നെ ആൻ്റണി പറയാണ്, വേണ്ട അവരെ വിട്. ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ശരത്തിൻ്റെ ചേച്ചിയാണ്. ശരത്തിൻ്റെ ചേച്ചിയെ നമ്മൾ മോശമായി പെരുമാറല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ രേവതി പറയാണ്, അതെ ശരത്തിൻ്റെ ചേച്ചിയാണ്. അതെ, അവനെ കൂടി വഴി തെറ്റിക്കുന്നത് നിങ്ങളല്ലേ ആൻ്റണി എന്ന് ചോദിക്കുകയാണ്. നിങ്ങളോട് 2 വർത്തമാനം പറയണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ വന്നത്. ഇനി മേല എൻ്റെ സച്ചിയേട്ടനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് ഞാൻ കാരണം പൊളിക്കും. രേവതിക്ക് നിങ്ങളെ നേരത്തെ മുതൽ നന്നായിട്ടറിയാം. നീ ആരായിരുന്നെന്നും എങ്ങനെയാണ് ഈ നിലയിൽ എത്തിയതെന്നും ഒക്കെ. പക്ഷേ എൻ്റെ സച്ചിയേട്ടൻ അങ്ങനൊന്നും അല്ല. എൻ്റെ സച്ചിയേട്ടൻ്റെ നേരെ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത ആൻ്റണി നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ രേവതി. ആൻ്റണി ആണെങ്കിൽ ആകെപ്പാടെ ഇനിയൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മറ്റു ഗുണ്ടകളെല്ലാം വന്നിട്ട് പറയുകയാണ്, എന്താ ആൻ്റണി നിങ്ങൾ ഇങ്ങനെയൊക്കെ? അപ്പോൾ സ്ത്രീ വന്നിട്ട് എന്തെല്ലാം പറഞ്ഞിട്ടാണ് പോയത് നിങ്ങളോട് മോശമായിട്ട്? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ നേരെ നിന്ന് സംസാരിച്ചാൽ അവനെ വെട്ടി വീഴ്ത്താറുണ്ടല്ലോ. ഇപ്പോൾ ഒരു പെണ്ണ് വന്ന് ഇങ്ങനെ നിന്ന് പറഞ്ഞിട്ട് എന്താ ഇത് കേട്ടിരുന്നത്? അപ്പോൾ ആൻ്റണി പറയാണ്, അത് സാരില്ല, അത് ശരത്തിൻ്റെ പെങ്ങളാ. ശരത്തിൻ്റെ പെങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ സച്ചിയെ എന്തെങ്കിലും പറയുമ്പം ശരത്തിന് ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവൻ്റെ പെങ്ങളോട് മോശമായിട്ട് നമ്മൾ പെരുമാറിയെന്നറിഞ്ഞാൽ ശരത്ത് പിന്നെ നമ്മളോട് അടുക്കില്ല. ശരത്ത് നമ്മളോട് അടുക്കാതിരുന്നാൽ നമുക്ക് എന്തുമാത്രം നഷ്ടമുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തൽക്കാലം അവൾ പോട്ടെ. അവളുടെ ഭർത്താവ് സച്ചി, അവനാണ് എൻ്റെ നോട്ടപ്പുള്ളി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആൻ്റണി. അങ്ങനെ രേവതി നല്ല കണക്കിന് കൊടുത്തിട്ട് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്